ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോവിസ് ഹെർബൽ സൺസ്ക്രീനിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. ജോവിസ് ഹെർബൽ സൺ പ്രൊട്ടക്റ്റീവ് സൺസ്ക്രീൻ SPF 14 ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ UVA UVB പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ക്രീം ഫോർമുലേഷനിലാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീനകത്ത് ഒരുപാട് ഹെർബൽ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ സൺബേൺസിനും ഡ്രൈനെസ്സിനും പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഏജ് ആവുന്നതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 50 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ 50 ഗ്രാമിൽ വരുന്ന പ്രൈസ് എന്നത് 235 റുപ്പീസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ക്രീം കൺസിസ്റ്റൻസിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബും ആവുന്നുണ്ട്. ഇത് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ളത്. സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ളത്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ നമ്മൾ ഈസി ആയിട്ടാണ് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ഫീലിംഗ് ഇല്ല. ചെറുതായിട്ടൊരു ക്രീം അപ്ലൈ ചെയ്ത ഫീല് നമുക്ക് തോന്നും. അതാണ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ട് ആവാന്നുള്ളതാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓയിലി സ്കിന്നിന് ചിലപ്പോൾ പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറച്ചൊരു തിക്കായിട്ടുള്ള ക്രീമാണ്. ഭയങ്കരമായിട്ട് ഓയിലി അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടിരിക്കില്ല, പക്ഷേ കുറച്ച് തിക്കായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡെയിലി യൂസിന് അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം.